എന്താ നമ്മുടെ വീഡിയോ എന്നറിയോ? തീപ്പൊള്ളലേറ്റ, അതായത് കിച്ചണിലൊക്കെ അമ്മമാർ പണിയെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മേലെ ചെറുതായിട്ടൊക്കെ ബേൺ ആയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാം? അതായത് ഒരുപാട് പൊള്ളിക്കഴിഞ്ഞാലുള്ളതല്ല, ചെറുതായിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ പൊള്ളലേൽക്കാറുണ്ടല്ലേ? അതിന് നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാമെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ? വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്നോട് ഇൻബോക്സിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു, അക്കൗണ്ട് റീച്ച് ആവുന്നില്ലല്ലോ, സങ്കടം ആവുന്നില്ലേന്ന്. സത്യം പറഞ്ഞാൽ അക്കൗണ്ട് റീച്ച് ആവാത്തതിന് എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഇപ്പല്ല, ആദ്യമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ കുറെ പേരോട് എന്താ ചെയ്യേണ്ടത്, അക്കൗണ്ട് റീച്ച് ആവാനൊക്കെ ടിപ്പ് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ട് റീച്ച് ആവാത്തതിന് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരാൾക്കെങ്കിലും ഉപകാരമാവുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാൾക്കെങ്കിലും യൂസ് ആവുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്നാ ഞാൻ ഇപ്പൊ കരുതുന്നത്. കാരണം എനിക്കിപ്പോൾ അക്കൗണ്ട് റീച്ച് ആവണമെന്നോ അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ വ്യൂസ് നന്നായി കൂടണം, ലൈക്ക് കൂടണം, അങ്ങനത്തെ ഒരു സങ്കടം ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിപ്പം ഇല്ല കേട്ടോ, സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് ഞാൻ കാരണം ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടെങ്കിൽ അതാ വലുതെന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊള്ളാറുണ്ടല്ലേ? അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യാം? ചില ആളുകൾ പേസ്റ്റ് അപ്ലൈ ചെയ്യാറുണ്ട്, ചിലവര് നല്ല ഐസ് ക്യൂബ് വെക്കാറുണ്ട്, ചിലവര് നന്നായിട്ട് തണുത്ത വെള്ളം, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല. അതായത് പേസ്റ്റ് അപ്ലൈ ചെയ്യുക. ചിലവര് എണ്ണ വെക്കുന്നത് കണ്ടിട്ടുണ്ട്, എണ്ണ വെക്കുന്നതൊന്നും ശരിയല്ല. പേസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ പേസ്റ്റിൽ അല്ലെങ്കിൽ എന്തൊക്കെ കെമിക്കൽ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അല്ലെ? അപ്പോൾ അതൊന്നും കൂടെ നമ്മുടെ സ്കിന്നിന്റെ പൊള്ളലേറ്റ ഭാഗം ഒന്നും കൂടെ ബേണിംഗ് സെൻസേഷൻ കൂട്ടുന്നല്ലാതെ അതുകൊണ്ട് വലിയ യൂസ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത് അത് കണ്ടാലോ? ആദ്യം നമ്മൾ പൊള്ളലേറ്റ ഭാഗത്തിന്റെ ചൂടിന്റെ കാഠിന്യം കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനായിട്ട് നോർമൽ വാട്ടർ, അതായത് റണ്ണിങ് ടാപ്പിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ആ പൊള്ളലേറ്റ ഭാഗം വെക്കാം. നോർമൽ വാട്ടറിൽ ഒരു 20 മിനിറ്റോളം വെക്കുക. അതായത് ഐസ് ക്യൂബ് ഐസ് വാട്ടർ ഒന്നും വെക്കരുത്. നോർമലായിട്ട് വരുന്ന വെള്ളത്തിന്റെ താഴെ, പൈപ്പ് വെള്ളത്തിന്റെ താഴെ കൈ കൊണ്ട് വയ്ക്കുക. ആ പൊള്ളലേറ്റ ഭാഗത്തിന്റെ ചൂടിന്റെ കാഠിന്യം കുറയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പൊള്ളിയ ഭാഗത്ത് ബാൻഡേജ് കൊണ്ടോ തുണി കൊണ്ടോ വലിഞ്ഞ് കെട്ടരുത്. എന്തുകൊണ്ടാണ് കെട്ടരുതെന്ന് പറയുന്നത്? അങ്ങനെ കെട്ടുമ്പോൾ അത് ഊരിയെടുക്കുന്ന സമയത്ത് ആ ഭാഗത്തെ തൊലിയെല്ലാം അടർന്ന് ആ തുണിയിലൂടെ വരാൻ സാധ്യതയുണ്ട്. അതൊന്നുകൂടെ പൊള്ളിയ ഭാഗം ഡാമേജ് ആക്കും. പിന്നെ കുമിളകളോ, പൊള്ളിയ ഭാഗം കുറച്ചു നേരം കഴിഞ്ഞാൽ കുമിളകൾ പൊങ്ങൂലേ? ആ കുമിളകൾ ഒരു കാരണവശാലും നമ്മൾ പൊട്ടിക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ചെയ്തതിന് ശേഷം ചെറിയ പൊള്ളലൊക്കെ ആണെങ്കിൽ ആ ഭാഗത്ത് സിൽവറെക്സ് ഓയിൻമെന്റ് അത് അപ്ലൈ ചെയ്യുക. ടൂത്ത് പേസ്റ്റ് അപ്ലൈ ചെയ്യരുത്, ഐസ് ക്യൂബ് ഐസ് വാട്ടർ വെക്കരുത്, തുണി കൊണ്ട് വലിഞ്ഞു മുറുക്കി കെട്ടരുത്. നോർമലായിട്ട് ടാപ്പ് വാട്ടറിൽ കാണിക്കുക. അതിനുശേഷം സിൽവറെക്സ് ഓയിൻമെന്റ് അപ്ലൈ ചെയ്യുക. ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം അത്രയ്ക്കുള്ള പൊള്ളലാണെങ്കിൽ എത്രയും പെട്ടെന്ന് സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക.